ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന 821 ദിവസം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ മുഖം യെരുശലേമിന് നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച് ഇസ്രായേൽ ദേശത്തിന് വിരോധമായി പ്രവചിച്ച് ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളവാൻ പോകുന്നതുകൊണ്ട് തെക്കു മുതൽ വടക്കു വരെ സകല ജഡത്തിനും വിരോധമായി എന്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും. യഹോവയായ ഞാൻ എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജഡവും അറിയും. അത് ഇനി മടങ്ങിപ്പോരുകയില്ല. നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒടികെ നെടുവീർപ്പിടുക. അവർ കാണുകെ കഠിനമായി നെടുവീർപ്പിടുക. എന്തിന് നെടുവീർപ്പിടുന്നു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത്, ഒരു വർത്തമാന നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും, എല്ലാ കൈകളും കുഴഞ്ഞുപോകും, ഏത് മനസ്സും കലങ്ങിപ്പോകും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും. അത് വന്നു കഴിഞ്ഞു എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറക. കൊല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു, മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ? അത് എന്റെ മകന്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു. ഉപയോഗിപ്പാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു. കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നിലവിളിച്ച് മുറയിടുക. അത് എന്റെ ജനത്തിന്മേലും ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും. അവർ എന്റെ ജനത്തോടുകൂടെ വാളിന് ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ നീ തുടയിൽ അടിക്ക, അതൊരു പരീക്ഷയല്ലോ. എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീയോ മനുഷ്യപുത്ര, പ്രവചിച്ച് കൈകൊട്ടുക. വാൾ നിഹതന്മാരുടെ വാൾ തന്നെ മുൻമടങ്ങായി ഭവിക്കട്ടെ. നിഹതന്റെ വലിയ വാൾ അവരെ ചുറ്റുന്നു. അവരുടെ ഹൃദയം ഉരുകിപ്പോകേണ്ടതിനും അവരിൽ പട്ടുപോയവർ പെരുകേണ്ടതിനും ഞാൻ വാളിൻ മുനയെ അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വച്ചിരിക്കുന്നു. അയ്യോ, അത് മിന്നൽ പോലെ ഇരിക്കുന്നു. അത് കൊലയ്ക്കായി കൂർപ്പിച്ചിരിക്കുന്നു. പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല തിരിയുന്നിടത്തേക്ക് തന്നെ പുറപ്പെടുക. ഞാനും കൈകൊട്ടി എന്റെ ക്രോധത്തെ ശമിപ്പിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ബാബേൽ രാജാവിന്റെ വാൾ വരേണ്ടതിന് നീ 2 വഴി നിയമിക്ക. രണ്ടും ഒരു ദേശത്തു നിന്ന് തന്നെ പുറപ്പെടേണം. ഒരു കൈച്ചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലയ്ക്കൽ നാട്ടുക. അങ്ങനെ വാൾ അമ്മോന്യരുടെ രബ്ബായിലും യഹൂദായിൽ ഉറപ്പുള്ള യെരുശലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്ക. ബാബേൽ രാജാവ് ഇരുവഴി തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു. അവൻ തന്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൽ നോക്കുകയും ചെയ്യുന്നു. യന്ത്രമുട്ടികളെ വയ്ക്കേണ്ടതിനും വൻകൊലയ്ക്കായി വായ്പിളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വയ്ക്കേണ്ടതിനും വാട കോരി കൊത്തളം പണിയേണ്ടതിനും യെരുശലേമിനെ കുറിച്ചുള്ള പ്രശ്നം അവന്റെ വലം കൈയിൽ വന്നിരിക്കുന്നു. എന്നാൽ അത് അവർക്ക് വ്യാജലക്ഷണമായി തോന്നുന്നു. അവർ ആണ ഇടിവിച്ചിരിക്കുന്നുവല്ലോ. എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതിന് അവൻ അകൃത്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്കവണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെട്ട് വരുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം ഓർപ്പിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങളെയും ഓർത്തിരിക്കുന്നത് കൊണ്ടും നിങ്ങളെ കയ്യാൽ പിടിക്കും. നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവേ, അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. അവന് ഞാൻ അത് കൊടുക്കും.
മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയേണ്ടത് അമ്മോന്യരെ കുറിച്ചും അവരുടെ നിന്ദയെക്കുറിച്ചും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിഹതന്മാരുടെ കഴുത്തിൽ വയ്ക്കേണ്ടതിന് അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് ഭോഷ്കു ലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഊരിയിരിക്കുന്നു. അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കൊലയ്ക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറക. അതിനെ ഉറയിൽ ഇടുക. നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്തു തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി നിന്റെ മേൽ ഊതി മൃഗപ്രായരും നശിപ്പിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. നീ തീക്കിരയായി തീരും. നിന്റെ രക്തം നിന്റെ ദേശത്തിന്റെ നടുവിലിരിക്കും. നിന്നെ ഇനി ആരും ഓർക്കയില്ല. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു.